എല്ലാവർക്കും നമസ്കാരം. PSC ഇൻഫ്ലുവൻസറിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ അനിഷ തിരുനാഗപ്പള്ളി. അപ്പം നമ്മൾ ഇന്ന് ജീവശാസ്ത്രത്തിലെ കുറച്ച് SCRT NCRT ഫാക്ട്സ് ഉൾപ്പെടുന്ന പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായ പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. ഓപ്ഷൻ എ, മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണമാണ് മെനിഞ്ചസ്. ഓപ്ഷൻ ബി, കപാലത്തെ കുറിച്ചുള്ള പഠനം ക്രേനിയോളജി. ഓപ്ഷൻ സി, തലയോട്ടിയിലുള്ള കട്ടിയുള്ള ചർമ്മം അറിയപ്പെടുന്നത് സ്കാൽപ്പ്. ഓപ്ഷൻ ഡി, മെനിഞ്ചസിന്റെ മധ്യസ്ഥരം പയാമീറ്റർ. തെറ്റായ പ്രസ്താവനയാണ്. ഇത് 4 പ്രീവിയസ് ഇയർ ചോദ്യമായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. 4 പ്രസ്താവനകളിൽ ഏതാണ് തെറ്റായ പ്രസ്താവന? ഓരോന്നായിട്ട് നോക്കി. ഒന്നാമത്തെ പ്രസ്താവന, മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണമാണ് മെനിഞ്ചസ്. ശരിയോ തെറ്റോ? മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണമാണ് എന്ത്? മെനിഞ്ചസ് എന്ന് പറയുന്നത്. 3 സ്തരപാളികൾ ഉള്ളതാണ് മെനിഞ്ചസ്. അപ്പൊ മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം ഏതാണ്? മെനിഞ്ചസ് ആണ്. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. ഇനി 2, കപാലത്തെ കുറിച്ചുള്ള പഠനം ക്രേനിയോളജി. ശരിയോ തെറ്റോ? നമുക്കറിയാം, തലച്ചോറിനെ സംരക്ഷിക്കുന്ന അസ്ഥിപേടകമാണ് കപാലം എന്ന് പറയുന്നത് അല്ലെ. കപാലം എന്താണ്? തലച്ചോറിനെ സംരക്ഷിക്കുന്ന അസ്ഥിപേടകമാണ് കപാലം അല്ലെങ്കിൽ ക്രേനി. ഈ ക്രേനിയത്തിലെ അസ്ഥികൾ എത്രയാണെന്ന് ചോദിച്ചാൽ, കപാലത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 8 ആണ്. പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. കപാലത്തിലെ അസ്ഥികളുടെ എണ്ണം 8 ആണ്. എന്താണ് കപാലം? തലച്ചോറിനെ സംരക്ഷിക്കുന്ന അസ്ഥിപേടകമാണ് കപാലം അല്ലെങ്കിൽ ക്രേനിയം എന്ന് പറയുന്നത്. അപ്പൊ ആ ക്രേനിയം വെച്ചുകൊണ്ട് പറയാലോ, കപാലത്തെ കുറിച്ചുള്ള പഠനം എന്താണ്? ക്രേനിയോളജി. കപാലത്തെ കുറിച്ചുള്ള പഠനം ക്രേനിയോളജി. രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന, തലയോട്ടിയിലുള്ള കട്ടിയുള്ള ചർമ്മം സ്കാൽപ്പ് എന്നറിയപ്പെടുന്നു. നമുക്കറിയാം, അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലെ. തലയോട്ടിയിലുള്ള കട്ടിയുള്ള ചർമ്മം അറിയപ്പെടുന്ന എന്താണ്? സ്കാൽപ്പ് എന്നാണ്. മൂന്നാമത്തത് ശരി. ഇനി അപ്പോൾ ഏതായിരിക്കും തെറ്റ്? 4 ആണോ? മെനിഞ്ചസിന്റെ മധ്യസ്ഥരം അറിയപ്പെടുന്നത് പയാമേറ്റർ എന്നാണോ? അല്ല, അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പൊ നമുക്ക് സ്ഥലങ്ങൾ പഠിക്കണം, നമ്മൾ പഠിക്കും. അപ്പൊ നോക്കിയേ, ഡി ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് എന്താണ്? അപ്പോൾ മസ്തിഷ്കമാണ്. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് മസ്തിഷ്കമാണ്. സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല ഒബ്ലാങ്കേറ്റ, തലാമസ്, ഹൈപ്പോതലാമസ് എന്നീ 5 ഭാഗങ്ങളെ പറ്റി നമ്മൾ പറയും. ഈ ക്ലാസ്സിൽ തന്നെ പറയും. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം എന്താണ്? മസ്തിഷ്കമാണ്. മസ്തിഷ്കത്തിന്റെ വളർച്ച പൂർത്തിയാകുന്ന പ്രായം 8 വയസ്സാണ്. തലച്ചോറിനെ സംരക്ഷിക്കുന്ന അസ്ഥിപേടകമാണ് കപാലം അല്ലെങ്കിൽ ക്രേനിയം. കപാലത്തെ കുറിച്ചുള്ള പഠനമാണ് ക്രേനിയോളജി. കപാലത്തിലെ അസ്ഥികളുടെ എണ്ണമാണ് 8. ഇത്രയും കാര്യങ്ങൾ ഉറപ്പിച്ചല്ലോ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു. അങ്ങനെയെങ്കിൽ എന്താണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്? മസ്തിഷ്കം, സുഷുമ്ന എന്നിവയെ പൊതിഞ്ഞു കാണുന്ന 3 സ്തരപാളികളുള്ള ആവരണമാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. മെനിഞ്ചസ് 3 പാളികളാണ്. അപ്പോൾ ബാഹ്യസ്തരം അറിയപ്പെടുന്ന പേരാണ് ഡ്യൂറാമേറ്റർ. ബാഹ്യസ്തരം അറിയപ്പെടുന്നത് ഡ്യൂറാമേറ്റർ. മധ്യസ്ഥരം അറിയപ്പെടുന്നത് അരക്കനോയിഡ്. മധ്യസ്ഥരം അരക്കനോയിഡ്. ആന്തരസ്ഥരം അറിയപ്പെടുന്നത് എന്താണ്? പയാമേറ്റർ. അപ്പോൾ പയാമേറ്റർ മറ്റൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. മസ്തിഷ്ക കലകളോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നതാണ് പയാമേറ്റർ. മസ്തിഷ്ക കലകളോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ആന്തരസ്ഥരം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? പയാമേറ്റർ ആണ്. അപ്പൊ 3 സ്ഥരം പഠിച്ചല്ലോ. ഒന്ന് ബാഹ്യസ്ഥരം. ഏതാണ് ബാഹ്യസ്ഥരം? ഡ്യൂറാമേറ്റർ. ബാഹ്യസ്ഥരം ഡ്യൂറാമേറ്റർ. മധ്യസ്ഥരം ഏതാ? അരക്കനോയിഡ്. ആന്തരസ്ഥരം ഏതാണ്? പയാമേറ്റർ. ചക്കയുടെയൊക്കെ നടുക്കല്ലേ, മധ്യത്തിലല്ലയോ അരക്കൊക്കെ ഇരിക്കുന്നത്. അങ്ങനെ ഒന്ന് ഓർത്താൽ മതി. ഓർക്കാൻ വേണ്ടി മാത്രമാണ്. മധ്യസ്ഥരം അരക്കനോയിഡ്. ആന്തരസ്ഥരം അപ്പോൾ എന്താണ്? ആന്തരസ്ഥരം പയാമേറ്റർ. ക്ലിയർ ആയല്ലോ. അപ്പൊ നമ്മൾ ഇവിടെ കൊടുത്തിരുന്ന ഡി ഏതായിരുന്നു? മെനിഞ്ചസിന്റെ മധ്യസ്ഥരം പയാമേറ്റർ എന്നാണ്. അത് ശരിയാണോ?
അല്ല. ഏതാണ് മധ്യസ്ഥരം എന്ന് പറയുന്നത്? മധ്യസ്ഥരം ഏതാണ്? അരക്കനോയിഡ് ആണ്. അരക്കനോയിഡ്. ആന്തരസ്ഥരം ഏതാണ്? ആന്തരസ്ഥരമാണ് പയാമേറ്റർ. അപ്പൊ ബാഹ്യസ്ഥരം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഡ്യൂറാമേറ്റർ ആണ്. ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ? അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ചോദ്യം, അടുത്ത ചോദ്യം ഇതാണ്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ, മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രമാണ്. ഓപ്ഷൻ ബി, സെറിബ്രത്തിന്റെ ഇടത് വലത് അർദ്ധഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീകലയാണ് കോർപ്പസ് കലോസം. ഓപ്ഷൻ സി, സെറിബ്രത്തിന്റെ ചാര നിറമുള്ള ബാഹ്യഭാഗം മെഡുല്ല. ഓപ്ഷൻ ഡി, സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിലെ ഭാഗം ബ്രോക്കാസ് ഏരിയ. തെറ്റായ പ്രസ്താവനയാണ് ഇവിടെയും ചോദിച്ചിരിക്കുന്നത്. നോക്കേ, ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രം. നമ്മൾ പറഞ്ഞു മസ്തിഷ്കത്തിലെ 5 ഭാഗങ്ങളെ നമ്മൾ പറ്റി പഠിക്കും. ഒന്ന് സെറിബ്രം, സെറിബെല്ല, മെഡുല്ല ഒബ്ലാങ്കേറ്റ, തലാമസ്, ഹൈപ്പോതലാമസ്. അതിൽ ആദ്യത്തെയാണ് സെറിബ്രം. സെറിബ്രത്തിലേക്ക് വരിക. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? സെറിബ്രമാണ്. ഒന്നാമത്തെ പ്രസ്താവന പഠിച്ചല്ലോ. ഒന്നാമത്തെ പ്രസ്താവന പഠിച്ചു. എന്താ? മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രം. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രം. ഒന്ന് പഠിച്ചു. ഏറ്റവും വലിയ ഭാഗം ഓർത്തിരിക്കുക. ഏറ്റവും വലിയ ഭാഗം. 2, സെറിബ്രത്തിന്റെ ഇടത് വലത് അർദ്ധഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീകലയാണ് കോർപ്പസ് കലോസം. ശരിയായിട്ടുള്ള പ്രസ്താവനയാണോ? ശരിയായിട്ടുള്ള പ്രസ്താവന. അപ്പൊ ഈ പോയിന്റിൽ തന്നെ നമുക്ക് 4 പോയിന്റ് അങ്ങ് പഠിക്കാം. സെറിബ്രത്തിന് 2 അർദ്ധഗോളങ്ങളുണ്ട്. ഇടത് അർദ്ധഗോളവുമുണ്ട്, വലത് അർദ്ധഗോളമുണ്ട്. ഇടത് അർദ്ധഗോളം മനുഷ്യ ശരീരത്തിലെ, ഇടതാവുമ്പോൾ മനുഷ്യ ശരീരത്തിലെ വലത് ഭാഗത്തെ നിയന്ത്രിക്കുന്നു. അപ്പോൾ വലതാണെങ്കിലോ, വലത് അർദ്ധഗോളം മനുഷ്യ ശരീരത്തിലെ ഇടത് ഭാഗത്തെ നിയന്ത്രിക്കുന്നു. ക്ലിയർ ആയോ? ഇടത് വലത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാൽ മതി, മനുഷ്യ ശരീരവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്. അപ്പൊ 2 പോയിന്റ് അവിടെ തന്നെ പഠിച്ചു. ഇനി മൂന്നാമത്തത്, സെറിബ്രത്തിന്റെ ഇടത് വലത് അർദ്ധഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീകലയാണ് കോർപ്പസ് കലോസം. ശരിയാണോ? അതും ശരിയാണ്. സെറിബ്രത്തിന്റെ ഇടത് വലത് ഭാഗങ്ങളെ അല്ലെങ്കിൽ ഇടത് വലത് അർദ്ധഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീകല എന്താണ്? കോർപ്പസ് കലോസമാണ്. അപ്പൊ രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ്. അപ്പൊ എന്തൊക്കെ പ്രസ്താവനകളാണ് നമ്മൾ സെറിബ്രത്തെ പറ്റി പഠിച്ചത്? ഇതെല്ലാം പ്രീവിയസ് ഇയർ ചോദ്യമാണ്, ഓർത്തിരുന്നോണം. ഒന്ന്, മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? സെറിബ്രമാണ്. 2, സെറിബ്രത്തിന് 2 അർദ്ധഗോളങ്ങളുണ്ട്. ഇടതർദ്ധഗോളവും വലതർദ്ധഗോളവും. ഇടതർദ്ധഗോളം മനുഷ്യ ശരീരത്തിലെ വലത് ഭാഗത്തെ നിയന്ത്രിക്കുന്നു. അങ്ങനെയെങ്കിൽ വലതർദ്ധഗോളം മനുഷ്യ ശരീരത്തിലെ ഇടത് ഭാഗത്തെ നിയന്ത്രിക്കുന്നു. ഇനി സെറിബ്രത്തിന്റെ ഇടത് വലത് അർദ്ധഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീകലയാണ് കോർപ്പസ് കലോസം. കോർപ്പസ് കലോസം. ക്ലിയർ ആയ അത്രയും കാര്യങ്ങൾ. ഇനി അങ്ങനെയെങ്കിൽ സെറിബ്രത്തിന്റെ ചാര നിറമുള്ള ബാഹ്യഭാഗം മെഡുല്ലയാണ്. ശരിയാണോ? അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. സെറിബ്രത്തിന്റെ ചാര നിറമുള്ള ബാഹ്യഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് കോർട്ടെക്സ് ആണ്. ഏതാണ്? കോർട്ടെക്സ്. കോർട്ടെക്സ് ആണ് ശരിയായിട്ടുള്ളത്. കോർട്ടെക്സ്. അപ്പൊ സെറിബ്രത്തിന്റെ ചാര നിറമുള്ള ബാഹ്യഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് കോർട്ടെക്സ് ആണ്. അപ്പം ആന്തരഭാഗം, വെള്ള നിറമുള്ള ആന്തരഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് മെഡുല്ല. വെള്ള നിറമുള്ള ആന്തരഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ആന്തരഭാഗമാണ്. ഏത്? സെറിബ്രത്തിന്റെ ആന്തരഭാഗം, വെള്ള നിറമുള്ള ആന്തരഭാഗം മെഡുല്ല. സെറിബ്രത്തിന്റെ ചാര നിറമുള്ള ബാഹ്യഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് കോർട്ടെക്സ്. രണ്ടും തിരിഞ്ഞു പോകരുത്, ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിരിക്കുക. ക്ലിയർ ആയി ഇത്രയും? അങ്ങനെയെങ്കിൽ അടുത്തത്, സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിലെ ഭാഗം. സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിലെ ഭാഗം. സംസാരം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സെറിബ്രമാണല്ലോ. അപ്പം സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിലെ ഭാഗം ഏതാണ്? ബ്രോഡ്കാസ്റ്റ് ഏരിയ ആണ്. ബ്രോഡ്കാസ്റ്റ് ഏരിയ. നമ്മൾ ബ്രോഡ്കാസ്റ്റ് ഒക്കെ കേൾക്കും അല്ലെ? ബ്രോഡ്കാസ്റ്റ് ഒക്കെ കേൾക്കും. അത് വെച്ച് ഓർക്കാലോ. ബ്രോഡ്കാസ്റ്റ് ഏരിയ. സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിലെ ഭാഗം അറിയപ്പെടുന്നത് ബ്രോഡ്കാസ്റ്റ് ഏരിയ. ഓർത്തിരിക്കാലോ. അപ്പൊ സെറിബ്രോവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചേ? ഒന്നുകൂടെ പറയാം. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. സെറിബ്രത്തിൽ 2 അർദ്ധഗോളങ്ങൾ, ഇടതർദ്ധഗോളം, വലതർദ്ധഗോളം. ഇടതർദ്ധഗോളം മനുഷ്യ ശരീരത്തിലെ വലതു ഭാഗത്തെ നിയന്ത്രിക്കുന്നു. വലതർദ്ധഗോളം മനുഷ്യ ശരീരത്തിലെ ഇടതു ഭാഗത്തെ നിയന്ത്രിക്കുന്നു.
ക്ലിയർ ആയല്ലോ. ഇനി സെറിബ്രത്തിലെ ഇടത് വലത് അർദ്ധഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്, ഈ രണ്ട് അർദ്ധഗോളങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീകലയാണ് കോർപ്പസ് കലോസം. സെറിബ്രത്തിന്റെ ചാര നിറമുള്ള ബാഹ്യഭാഗം കോർട്ടെക്സ്, സെറിബ്രത്തിലെ വെള്ള നിറമുള്ള ആന്തരഭാഗം മെഡുല്ല. സംസാര ശേഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സെറിബ്രത്തിലെ ഭാഗം ഏതാണ്? ബ്രോക്കാസ് ഏരിയ ആണ്. ക്ലിയർ ആയ ഇത്രയും കാര്യങ്ങളാണ്. അങ്ങനെയെങ്കിൽ ബുദ്ധി, ചിന്ത, ഭാവന, വിവേചനം, ഓർമ്മ, ബോധം എന്നിവയുമായി ബന്ധപ്പെട്ട തലച്ചോറിന്റെ ഭാഗം. നമുക്ക് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് എല്ലാം ഏതാണ്? സെറിബ്രമാണ്. നമ്മൾ ഭാവന ചെയ്യുന്നത് അല്ലെങ്കിൽ ചിന്തിക്കുന്നത്, ഓർമ്മിക്കുന്നത്, നമ്മൾ പാട്ട് പാടുന്നത്, എല്ലാം സംസാരിക്കുന്നത് എല്ലാം നമ്മുടെ ഇഷ്ടത്തിനാണ് അല്ലെ. അപ്പൊ ആ ഇഷ്ടവുമായി ബന്ധപ്പെടുന്നത് എല്ലാം എന്താണ്? സെറിബ്രമാണെന്ന് ഓർത്തിരിക്കുക. ബുദ്ധി, ചിന്ത, ഭാവന, വിവേചനം, ഓർമ്മ, ബോധം എന്നിവയുമായി ബന്ധപ്പെട്ട തലച്ചോറിന്റെ ഭാഗം ഏതാണ്? അത് സെറിബ്രമാണ്. സെറിബ്രം. സെറിബ്രത്തിന്റെ ഇടത്തെ അർദ്ധഗോളത്തെ നിയന്ത്രിക്കുന്നത് ശരീരത്തിന്റെ വലതുഭാഗമാണ്, അല്ലെങ്കിൽ സെറിബ്രത്തിന്റെ വലത്തെ അർദ്ധഗോളം നിയന്ത്രിക്കുന്നത് ശരീരത്തിന്റെ ഇടതുഭാഗത്തെയാണ്. നമ്മൾ മുമ്പ് പറഞ്ഞാണ്, ഓർത്തിരിക്കുക. അപ്പൊ ഇഷ്ടം എന്ന് ഓർത്താൽ മതി. ഇഷ്ടമുള്ളതെല്ലാം എവിടെയാണ് വരുന്നത്? സെറിബ്രമാണ്. സെറിബ്രം ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം. ഓർത്തിരുന്നോണെ, ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? സെറിബ്രമാണ്. പ്രീവിയസ് ഇയർ ചോദ്യമാണ്. ഒരു കൺഫ്യൂസിങ് ഫാക്ട്സ് ആയിട്ട് വരും, അത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കും. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ഏതാണ്? സെറിബ്രമാണ്. അപ്പൊ സെറിബ്രം പഠിച്ചല്ലോ. അങ്ങനെയെങ്കിൽ മസ്തിഷ്കത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞ കാര്യമാണ്. സെറിബ്രം, സെറിബ്രല്ലം, മെഡുല്ല ഒബ്ലാങ്കേറ്റ, തലാമസ്, ഹൈപ്പോതലാമസ്. ഇനി അടുത്ത കൺഫ്യൂസിങ് ഫാക്ട്സ് ആണ്. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം, ഇഷ്ടങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം, സംസാരം, സ്പർശനം, കേൾവി, ചിന്ത, ഭാവന, ഓർമ്മ, ബുദ്ധി ഇവയെല്ലാം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സെറിബ്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ നമ്മുടെ ഹൃദയസ്പന്ദനം നമ്മൾ പറയോ ഇപ്പൊ ഇരിക്കണ്ട, അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ പേശി വ്യവസ്ഥ അതൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതാണ്? അല്ല. അപ്പൊ നമ്മുടെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് മെഡുല്ല ഒബ്ലാങ്കേറ്റ ആണ്. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം മെഡുല്ല ഒബ്ലാങ്കേറ്റ, ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബ്രം. രണ്ടുകൂടെ തിരിഞ്ഞു പോവരുത്, ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. അങ്ങനെയെങ്കിൽ മെനിഞ്ചസിന്റെ മസ്തിഷ്ക അറകളിലും ആന്തരപാളികളിലും നിറഞ്ഞിരിക്കുന്ന ദ്രവം, നമ്മൾ പറഞ്ഞായിരുന്നു മെനിഞ്ചസ് എന്താണെന്നൊക്കെ പറഞ്ഞു അല്ലെ. മെനിഞ്ചസ് എന്തായിരുന്നു? തലച്ചോറിനെ അല്ലെങ്കിൽ മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഒരു ആവരണമാണ് മെനിഞ്ചസ് എന്ന് നമ്മൾ പറഞ്ഞു. സുഷുമ്നയൊക്കെ സംരക്ഷിക്കുന്ന 3 സ്ഥലമുള്ള പാളികൾ, മധ്യസ്ഥലം, ആന്തരസ്ഥലം, ബാഹ്യസ്ഥലം, അത് ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. ഈ മെനിഞ്ചസിന്റെ മസ്തിഷ്ക അറകളിലും ആന്തരപാളികളിലും നിറഞ്ഞിരിക്കുന്ന ദ്രവം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സെറിബോസ്പൈനൽ ദ്രവമാണ്. ഇതാണ് ഈ നമ്മളെ അപകടങ്ങളിൽ നിന്നെല്ലാം സംരക്ഷിക്കുന്നതും അതേപോലെ തന്നെ പോഷകം എല്ലാം കൊടുക്കുന്നതും എല്ലാം സെറിബോസ്പൈനൽ ദ്രവമാണെന്നൂടെ ഓർത്തിരിക്കുക. മെനിഞ്ചസിന്റെ മസ്തിഷ്ക അറകളിലും ആന്തരപാളികളിലും നിറഞ്ഞിരിക്കുന്ന ദ്രവം ഏതാണെന്ന് ചോദിച്ചാൽ സെറിബ്രോസ്പൈനൽ ദ്രവമാണ്. പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്, ഓർത്തിരുന്നോളുക. അങ്ങനെയെങ്കിൽ നമുക്ക് കുറച്ച് SCRT ആവരണങ്ങൾ SCRTയിലും NCERTയിലും ഒക്കെ കൊടുത്തിട്ടുള്ള കുറച്ച് ആവരണങ്ങൾ നോക്കാം. ഹൃദയത്തിന്റെ ആവരണം ഏതാണ്? പെരികാർഡിയം. അതിനകത്ത് തന്നെ ഉണ്ട് കാർഡി അല്ലെ. അപ്പം പെരികാർഡിയം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹൃദയത്തിന്റെ ആവരണമാണ് പെരികാർഡിയം. ശ്വാസകോശം ഏതാണ്? പ്ലൂറ. പഠിച്ചു പൊയ്ക്കോളുക. ശ്വാസകോശം ഏതാണ്? പ്ലൂറ. ആക്സോൺ നമുക്കറിയാം. ആക്സോൺ ഏതാണ്? ആക്സോണിനകത്ത് വരുന്നത് മൈലിൻ ഷീത്ത് അല്ലെ. ആക്സോൺ, മൈലിൻ ഷീത്ത്. കോശമർമ്മം, ന്യൂക്ലിയർ മെംബ്രെയിൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പഠിച്ചതാണ്. കോശമർമ്മം, ന്യൂക്ലിയർ മെംബ്രെയിൻ. കോശമോ? കോശാവരണം. കോശാവരണം. ഓക്കെ ആണല്ലോ. അങ്ങനെയെങ്കിൽ മസ്തിഷ്കത്തിന്റെ ആവരണം ഏതാണ്? മെനിഞ്ചസ് ആണ്. കരളിന്റെ ഏതാണ്? പെരിറ്റോണിയം. കരളിന്റെ പെരിറ്റോണിയം. പേശീകോശം സാർക്കൊലെമ ആണ് പേശീകോശത്തിന്റെ ആവരണം. പല്ലിന്റെ ഇനാമൽ. പല്ലിന്റെ ഏതാണ്? ഇനാമലാണ്. ക്ലിയർ ആയോ? അപ്പൊ ആവരണങ്ങളൊന്ന് ഓർത്തിരുന്നോണേ.
അങ്ങനെയെങ്കിൽ അടുത്ത ഒരു ചോദ്യം, താഴെ പറയുന്നവയിൽ സെറിബെല്ലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? താഴെ പറയുന്നവയിൽ സെറിബെല്ലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ, സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലെ? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. സെറിബ്രത്തിന് പിന്നില് താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് ഏത്? സെറിബെല്ലം എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി നോക്കൂ, പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം. നമ്മൾ പഠിച്ചു, അനൈച്ഛിക പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ഏതായിരുന്നു? മെഡുല്ല ഒബ്ലാങ്കേറ്റ ആയിരുന്നു എന്ന് പഠിച്ചു. അങ്ങനെയെങ്കിൽ ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ഏതായിരുന്നു? സെറിബ്രം ആണെന്നും പഠിച്ചു. അപ്പം പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? അത് സെറിബ്രല്ലമാണ്. ഓർത്തിരിക്കാലോ, ഒന്നുകൂടെ തിരിഞ്ഞു പോരുത്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബെല്ലം. ഇനി എപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് മദ്യപാന ലഹരി. മദ്യം ബാധിക്കുന്ന അല്ലെങ്കിൽ മദ്യത്തിന്റെ ലഹരി ബാധിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാ? സെറിബെല്ലമാണ്. പ്രീവിയസ് ഇയർ ചോദ്യമാണ്. മസ്തിഷ്കത്തിലെ ഭാഗം മദ്യത്തിന്റെ ലഹരി ബാധിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സെറിബെല്ലമാണ് എന്ന് ഓർത്തിരിക്കുക. അടുത്ത നോക്കൂ, അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. ഇത് തെറ്റാണ്, നമ്മൾ മുമ്പ് പഠിച്ചു. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ഏതാണ്? മെഡുല്ലയാണ് അല്ലെ? മെഡുല്ല ഒബ്ലാങ്കേറ്റ ആണ് അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. സെറിബെല്ലം ആണോ? അല്ല. അപ്പൊ ഓപ്ഷൻ ഡി ആണ് തെറ്റ്. അപ്പം സെറിബ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് പ്രസ്താവനകൾ നമ്മൾ പഠിച്ചു. അടുത്ത സെറിബെല്ലം ആണ്. സെറിബെല്ലം എന്തൊക്കെയാണ്? സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം, പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം, മദ്യം ബാധിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏത്? സെറിബ്രെല്ലം. സെറിബെല്ലം. ഓർത്തിരിക്കാലോ. അപ്പൊ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? സെറിബെല്ലമാണ്. അപ്പൊ തലച്ചോറിലെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? തലച്ചോറിലെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രമാണ്. അപ്പം തലച്ചോറിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വലിയ ഭാഗം, മസ്തിഷ്കത്തിലെ വലിയ രണ്ടാമത്തെ വലിയ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? സെറിബെല്ലമാണ്. അപ്പൊ രണ്ടാമത്തെ വലിയ ഭാഗം ഏതാണ്? രണ്ടാമത്തെ വലിയ ഭാഗം സെറിബെല്ലമാണ്. മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് സെറിബെല്ലമാണ്. ഇനി ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊന്നാണ് ലിറ്റിൽ ബ്രെയിൻ. ചോദിച്ചിട്ടുള്ളതാണ് നേരത്തെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? അത് സെറിബെല്ലമാണ്. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് സെറിബെല്ലമാണ്. ഇനി ചുളിവുകളൊക്കെ കാണപ്പെടുന്നത്, ചുളിവുകളും ചാലുകളും ഒക്കെ കാണപ്പെടുന്നത് ഏത് മസ്തിഷ്ക ഭാഗത്തിലാണെന്ന് ചോദിച്ചാൽ അതും സെറിബെല്ലമാണ്. ചുളിവുകളും അതേപോലെ തന്നെ ചാലുകളും ഒക്കെ കാണപ്പെടുന്നത് ഏത് മസ്തിഷ്ക ഭാഗമാണ്? സെറിബെല്ലമാണ് എന്ന് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ശരീരത്തിന്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്നത് ശരീരത്തിന്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്നത് ഏത് ഭാഗമാണ്? തുലനാവസ്ഥ നിയന്ത്രിക്കുന്നത് സെറിബെല്ലമാണ് എന്ന് ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ. അപ്പൊ നമ്മൾ സെറിബ്രത്തെ പറ്റി പഠിച്ചത് എന്തൊക്കെയാണെന്ന് ഒന്നുകൂടെ നോക്കാം. സെറിബ്രം നമ്മൾ പറഞ്ഞു. സെറിബ്രം പറഞ്ഞപ്പോൾ എന്തൊക്കെയാ പറഞ്ഞേ? മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ്. 2 അർദ്ധഗോളങ്ങൾ, ഇടത് വലത്. അത് ശരീരത്തിലെ ഏത് ഭാഗവുമായി നിയന്ത്രിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. സെറിബ്രത്തിന്റെ ചാര നിറമുള്ള ഭാഗം കോർട്ടെക്സ് ആണ്. വെള്ള നിറമുള്ള ആന്തരഭാഗമാണ് മെഡുല്ല. അതേപോലെ തന്നെ സംസാര ശേഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് അനൈച്ഛിക പ്രവർത്തനങ്ങളാണോ? അല്ല, ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ഏതാണ്? സെറിബ്രമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ സെറിബ്രത്തെ പറ്റി ഓർത്തിരിക്കാലോ. അങ്ങനെയെങ്കിൽ ഇവിടെ പറയുന്നത് സെറിബ്രല്ലമാണ്. സെറിബ്രല്ലം എന്ന് പറയുന്നത് സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രല്ലം. മസ്തിഷ്കത്തിലെ അല്ലെങ്കിൽ തലച്ചോറിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് സെറിബെല്ലമാണ്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. മദ്യപാന ലഹരി ബാധിക്കുന്ന ശരീരത്തിലെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ തലച്ചോറിന്റെ ഭാഗമാണ്. ശരീരത്ത് നമുക്കറിയാം കരളാണ്. തലച്ചോറിന്റെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് സെറിബെല്ലമാണ്. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണോ? അല്ല, അത് മെഡുല്ലയാണ്.
പേശി പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിന്റെ തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്നത് സെറിബെല്ലമാണ്. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് സെറിബെല്ലമാണ്. അത് ഇമ്പോർട്ടന്റ് ആണ്, പ്രീവിയസ് ഇയർ ചോദ്യമാണ്. ചുളിവുകളും ചാലുകളും എല്ലാം കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അതും സെറിബെല്ലമാണ് എന്ന് ഓർത്തിരിക്കാം. ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ അടുത്തതാണ് മെഡുല്ല ഒബ്ലാങ്കേറ്റ. മെഡുല്ല ഒബ്ലാങ്കേറ്റ നമുക്കറിയാം, സെറിബ്രം പഠിച്ചു, സെറിബെല്ലം പഠിച്ചു, അടുത്ത മെഡുല്ല ഒബ്ലാങ്കേറ്റ. മെഡുല്ല ഒബ്ലാങ്കേറ്റയിലെ ഒരു പ്രസ്താവന നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്. എന്താണ്? അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? അത് മെഡുല്ല ഒബ്ലാങ്കേറ്റ ആണെന്ന് അറിയാം. അങ്ങനെയെങ്കിൽ സെറിബ്രത്തിന് ചുവടെ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഓർത്തിരിക്കുക. സെറിബ്രത്തിന് കീഴെ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് ഏത്? മെഡുല്ല ഒബ്ലാങ്കേറ്റ. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം നമ്മൾ പഠിച്ചതാണ്. ഏതൊക്കെയാണ് ഇപ്പൊ ഈ അനൈച്ഛിക പ്രവർത്തനങ്ങൾ? ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, രക്തക്കുഴലുകളുടെ സങ്കോചനം എന്നിവയെ നിയന്ത്രിക്കുന്നത്. ഇത് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റത്തില്ല അല്ലെ? അപ്പൊ ഇതെല്ലാം എന്താണ്? അനൈച്ഛിക പ്രവർത്തനങ്ങളാണ്. ഈ പ്രവർത്തനങ്ങളെ എല്ലാം നിയന്ത്രിക്കുന്നത് ഏതാണ്? മെഡുല്ല ഒബ്ലാങ്കേറ്റ ആണ്. അതേപോലെ തന്നെ ഛർദി, തുമ്മൽ. നമുക്ക് ഛർദിക്കണമെന്ന് തോന്നി, നമ്മൾ വിചാരിച്ചിട്ടാണോ ഛർദിക്കുന്നത്? അല്ല. നമുക്ക് തുമ്മണമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടാണോ നമ്മൾ തുമ്മുന്നത്? അല്ല, നമ്മൾ പെട്ടെന്ന് അങ്ങ് തുമ്മയാണ്. അപ്പം ഈ ഛർദി, തുമ്മൽ, ചുമ എന്നീ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അതും മെഡുല്ല ഒബ്ലാങ്കേറ്റ ആണ്. മെഡുല്ല ഒബ്ലാങ്കേറ്റയിൽ ഏൽക്കുന്ന ക്ഷതം പെട്ടെന്നുള്ള മരണത്തിന് കാരണമാകുന്നു. അത് നമുക്കറിയാം. അപ്പം ഛർദി, തുമ്മൽ, ചുമ എന്നിവയെല്ലാം നിയന്ത്രിക്കുന്നത് ഏത് ഭാഗമാണ്? മെഡുല്ല ഒബ്ലാങ്കേറ്റ ആണെന്ന് ഓർത്തിരിക്കാം. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. താഴെ പറയുന്നവയിൽ ശരിയായിട്ടുള്ള പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ, വേദനാ സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് തലാമസ്. ഓപ്ഷൻ ബി, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബത്തിലേക്ക് അയക്കുന്ന ഭാഗമാണ് തലാമസ്. ഓപ്ഷൻ ബി, സി, സെറിബെല്ലത്തിലേക്കും സെറിബത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമാണ് തലാമസ്. ഓപ്ഷൻ ഡി, മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് എന്നറിയപ്പെടുന്നത് ഹൈപ്പോതലാമസ് ആണ്. ശരിയായിട്ടുള്ള പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം ഓരോ പ്രസ്താവന വീതം. ആദ്യത്തെ പ്രസ്താവന നോക്കി, തലാമസിനെ പറ്റിയുള്ള ഒരു പ്രസ്താവനയാണ്. വേദനാ സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് തലാമസ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നമുക്കറിയാം സെറിബ്രത്തിന് തൊട്ട് താഴെ കാണപ്പെടുന്ന ഭാഗമാണ് തലാമസ്. നമ്മൾ ഈ പ്രസ്താവന പഠിക്കുമ്പോൾ ഇതിന്റെ കൂടെ തലാമസ് കൂടെ അങ്ങ് പഠിച്ചു വെക്കുവാണെങ്കിൽ തലാമസ് ആണ്. സെറിബ്രത്തിന് തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്നു. ഇവിടെ പറയുന്നത് വേദനാ സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് തലാമസ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണോ? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലെ? വേദനാ സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏതാണ്? തലാമസ് ആണ്. വേദനാ സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണത്? തലാമസ് ആണ് എന്ന് ഓർത്തിരിക്കുക. അപ്പൊ തലാമസിനെ പറ്റി ഒരെണ്ണം നമ്മൾ പറഞ്ഞു, സെറിബ്രത്തിന് തൊട്ട് താഴെയായി കാണപ്പെടുന്ന ഭാഗമാണ് തലാമസ്. വേദനാ സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് തലാമസ്. അടുത്ത നോക്കൂ, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്ന ഭാഗമാണ് തലാമസ്. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ, ശരീരത്തിലുള്ള വിവിധ ഭാഗങ്ങളിലുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്നത് ആരാണ്? സെറിബ്രം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ചിന്ത, ഐച്ഛിക പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന സെറിബ്രമാണ്. അപ്പം ഈ ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്ന ഭാഗം ഏതാണ്? തലാമസ് ആണ് എന്ന് ഓർത്തിരിക്കാം. അതേപോലെ തന്നെ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമുക്ക് ഈ ആവേഗങ്ങളെ, നിദ്രാവേളകളിൽ ആവേഗങ്ങളെ തടയുന്നത്, നമ്മൾ കൊതുക് അടിച്ചൊന്ന് അടിച്ചു അല്ലെങ്കിൽ കൊതുക് അടിക്കുന്നതൊന്നും നമ്മൾ അറിയത്തില്ല അല്ലെ? എന്തുകൊണ്ടാണ്? ഈ ആവേഗങ്ങളെ തടയും. അതും ആരാണ്? തലാമസ് ആണെന്നൊന്ന് ഓർത്തിരുന്നോളുക. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചാൽ അതും തലാമസ് ആണ്. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമാണ് തലാമസ്. അതുകൊണ്ട് തന്നെ മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹൈപ്പോതലാമസ് അല്ല, ഏതാണ്?
തലാമസ് ആണ്. തലാമസ്. അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ളത് 3 എണ്ണമാണ്. നമ്മളിവിടെ ഉത്തരം കൊടുത്തിരിക്കുന്ന ഡി എന്ന് പറയുന്നത് തെറ്റാണ് കേട്ടോ. അതൊന്ന് ഓർത്തിരുന്നോണം. ഇത് തെറ്റാണ്. ഇവിടെ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദ്യം വരുന്നത്. താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാൻ ഓപ്ഷൻ ഡി ആണ് തെറ്റ്. ഓപ്ഷൻ എയും ബിയും സിയും ശരിയാണ്. അപ്പൊ തലാമസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് പഠിച്ചോ. എന്തൊക്കെയാ ഒന്നുകൂടെ പറയാം. നമ്മൾ സെറിബ്രം പഠിച്ചു, സെറിബെല്ലം പഠിച്ചു, മെഡുള്ള ഒബ്ലാങ്കേറ്റ പഠിച്ചു. അടുത്തത് എന്താണ്? തലാമസ് ആണ്. സെറിബ്രത്തിന് തൊട്ട് താഴെയായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് തലാമസ്. വേദനാ സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ എവിടേക്ക്? സെറിബ്രത്തിലേക്ക് അയക്കുന്ന ഭാഗമാണ് തലാമസ്. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമാണ് തലാമസ്. അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊന്നാണ് മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് എന്നറിയപ്പെടുന്നത് തലാമസ് ആണ്. നിദ്രാവേളകളിൽ ആവേഗങ്ങളെ തടയുന്നതും ആരാണ്? തലാമസ് ആണ് എന്ന് ഓർത്തിരിക്കാം. അങ്ങനെയെങ്കിൽ അടുത്ത ഒരു ഇതാണ് ഹൈപ്പോ തലാമസ്. തലാമസ് പഠിച്ചു. ഹൈപ്പോ തലാമസ്, തലാമസിന് തൊട്ട് താഴെ കാണപ്പെടുന്ന ഹൈപ്പോ തലാമസ് ആന്തര സമസ്ഥിതി പരിപാലനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ്. ഹീമോസ്റ്റാറ്റിക് അല്ലെങ്കിൽ ആന്തര സമസ്ഥിതി പരിപാലനത്തിൽ ഏറ്റവും പ്രാധാന്യം അല്ലെങ്കിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണെന്ന് ചോദിച്ചുള്ളത് ഹൈപ്പോ തലാമസ് ആണെന്ന് ഓർത്തിരിക്കുക. ശരീരോഷ്മാവ് അല്ലെങ്കിൽ ശരീരത്തിന്റെ ടെമ്പറേച്ചർ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഏത്? ഹൈപ്പോ തലാമസ്. ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഹൈപ്പോ തലാമസ്. ശരീരത്തിലെ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. ശരീരത്തിലെ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന എത്ര ജലം യൂറിനായി പോകണം അങ്ങനെയൊക്കെ നമ്മൾ പഠിക്കുമല്ലോ. അപ്പൊ ശരീരത്തിലെ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണത്? ഹൈപ്പോ തലാമസ് ആണ്. വിശപ്പ്, ദാഹം, ലൈംഗികാസക്തി, സുഖാനുഭൂതി എന്നിവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അതും ഹൈപ്പോ തലാമസ് ആണെന്ന് ഓർത്തിരിക്കുക. വിശപ്പ്, ദാഹം എന്നിവയെല്ലാം നിയന്ത്രിക്കുന്ന ഏതാണ്? ഹൈപ്പോ തലാമസ് ആണ്. രക്തഘടകങ്ങളുടെ സാധാരണ സ്ഥിതിനില നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ഭാഗമാണ്. രക്തഘടകങ്ങളുടെ സാധാരണ സ്ഥിതിനില നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ സഹായിക്കുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹൈപ്പോ തലാമസ് ആണ്. അപ്പൊ മസ്തിഷ്കവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 5 ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു. തെറ്റിപ്പോവരുത്. 1 സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല. ഇതിനകത്ത് തിരിഞ്ഞു പോവരുത്. ഐച്ഛിക പ്രവർത്തനങ്ങൾ ഏതാണ്? സെറിബ്രമാണ്. അനൈച്ഛിക പ്രവർത്തനങ്ങൾ ഏതാണ്? മെഡുല്ലയാണ്. സെറിബ്രെല്ലം നമ്മൾ പഠിച്ചു, പേശി പ്രവർത്തനങ്ങൾ. ഓക്കെ ആണല്ലോ. ദെൻ തലാമസ് പഠിച്ചു. ഹൈപ്പോ തലാമസ്. തലാമസ് എന്താണ്? റിലേ സ്റ്റേഷൻ ആണെന്ന് ഓർത്തിരിക്കുക. റിലേ സ്റ്റേഷൻ. ഓക്കെ. അടുത്തത് പഠിച്ചത് ഹൈപ്പോ തലാമസ് ആണ്. ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നു. വിശപ്പ്, ദാഹം എന്നിവയെല്ലാം നിയന്ത്രിക്കുന്നത് ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നത് ഏതാണ്? ഹൈപ്പോ തലാമസ് ആണെന്ന് ഓർത്തിരിക്കാം. ക്ലിയർ ആയല്ലോ അത്രയും കാര്യങ്ങൾ? അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം, മെനിഞ്ചൈറ്റിസ് രോഗം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? പ്രീവിയസ് ഇയർ ചോദ്യമാണ്, പ്രസ്താവനയൊന്നുമല്ല. നമ്മൾ പഠിച്ചതാണ്. മെനിഞ്ചസ് ഒക്കെ എന്താണ് നമ്മൾ പഠിച്ചു. 3 സ്തരങ്ങളുള്ള പാടുകൾ പഠിച്ചു. അപ്പൊ മെനിഞ്ചൈറ്റിസ് എന്ന രോഗം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ആയിരിക്കും ബാധിക്കുന്നത്? ഓപ്ഷൻ ഡി തലച്ചോറ്. തലച്ചോറിനെയാണ് ബാധിക്കുന്നത്. മസ്തിഷ്കത്തിലെ സ്തരപാളിയായ മെനിഞ്ചസിനുണ്ടാകുന്ന അണുബാധയാണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. മെനിഞ്ചൈറ്റിക്സിന് കാരണമാകുന്ന സൂക്ഷ്മാണുക്കൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വൈറസ്, ബാക്ടീരിയ, പരാതങ്ങൾ, ഫംഗസ് എന്നിവയാണ്. മെനിഞ്ചൈറ്റിസ് രോഗനിർണയത്തിനുള്ള പരിശോധന ഏതാണ്? CSF പരിശോധനയാണ്. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് പരിശോധനയാണ് മെനിഞ്ചൈറ്റിസ് രോഗനിർണയത്തിനുള്ള പരിശോധന എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ? അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ശരിയായിട്ടുള്ള പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. ഓപ്ഷൻ എ, പാറ്റ, ചിലന്തി എന്നിവയിലെ രക്തപര്യനം തുറന്ന രക്തപര്യനമാണ്. രക്തപര്യന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനയാണ്. പാറ്റ, ചിലന്തി എന്നിവയിലെ രക്തപര്യനം തുറന്ന രക്തപര്യനമാണ്. ശരിയോ തെറ്റോ? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നമ്മൾ 2 എണ്ണം ഉണ്ട്. അടഞ്ഞ രക്തപര്യന വ്യവസ്ഥയുണ്ട്, തുറന്ന രക്തപര്യന വ്യവസ്ഥയുണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കും. ഇപ്പൊ ഓർത്തിരിക്കാം. പാറ്റ, ചിലന്തി എന്നിവയിലെ രക്തപര്യനം തുറന്ന രക്തപര്യനമാണ്. അടുത്തത്, രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയത് വില്യം ഹാർവി ആണ്. ശരിയാണോ? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയത് ആരാണ്?
വില്യം ഹാർവി ആണ്. ചക്രമണ വ്യവസ്ഥ കണ്ടെത്തിയത് ആരാണ്? അതും വില്യം ഹാർവി ആണ് എന്നോർത്തിരിക്കുക. അപ്പൊ രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയത് വില്യം ഹാർവി. ഓപ്ഷൻ സി കൊടുത്തിരിക്കുന്നത് രക്തഗ്രൂപ്പുകളും ഘടകങ്ങളും കണ്ടുപിടിച്ചത് കാർൽ ലാൻഡ് സ്റ്റെയ്നർ ആണ്. രക്തഗ്രൂപ്പുകളും ഘടകങ്ങളും കണ്ടുപിടിച്ചത് കാർൽ ലാൻഡ് സ്റ്റെയ്നർ. ശരിയാണോ? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പൊ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം എന്താണ്? ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. പാറ്റ, ചിലന്തി എന്നിവയിലെ രക്തപര്യനം, തുറന്ന രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയത് വില്യം ഹാർവി. അങ്ങനെയെങ്കിൽ രക്തം അതിന്റെ ഘടകങ്ങൾ, രക്തഗ്രൂപ്പുകളും ഘടകങ്ങളും കണ്ടുപിടിച്ചത് കാർൽ ലാൻഡ് സ്റ്റെയ്നർ ആണ്. കാർൽ ലാൻഡ് സ്റ്റെയ്നർ. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള പ്രസ്താവന. അപ്പൊ നോക്കി, രക്തപര്യന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങളാണ് രക്തം, രക്തക്കുഴലുകൾ, ഹൃദയം. രക്തപര്യന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? രക്തം, രക്തക്കുഴലുകൾ, ഹൃദയം. ഈ മൂന്നെണ്ണമാണ്. ഇനി രണ്ട് തരത്തിലുള്ള രക്തപര്യന വ്യവസ്ഥയുണ്ട്. ഒന്ന് അടഞ്ഞ രക്തപര്യന വ്യവസ്ഥ, ക്ലോസ്ഡ് സർക്കുലേഷൻ. രണ്ട് തുറന്ന രക്തപര്യന അല്ലെങ്കിൽ ഓപ്പൺ സർക്കുലേഷൻ. ഇതിനകത്ത് അടഞ്ഞ രക്തപര്യനം എന്താണെന്ന് ചോദിച്ചാൽ രക്തം നേരിട്ട് കോശങ്ങളിൽ എത്താതെ രക്തക്കുഴലിലൂടെ ഒഴുകുന്ന പര്യനം. നമ്മുടെ ശരീരത്തിലൊക്കെ രക്തം എങ്ങനെയാണോ പോകുന്നത് അതേപോലെ അതൊരു അടഞ്ഞ രക്തപര്യനത്തിന് ഉദാഹരണമാണ് മനുഷ്യനിലെ രക്തപര്യനം. എങ്ങനെയാ? രക്തം നേരിട്ട് കോശങ്ങളിലേക്ക് എത്തുവാണോ? അല്ല, രക്തക്കുഴലിലൂടെയാണ് ചെല്ലുന്നത്. അപ്പോൾ തുറന്ന രക്തപര്യനം എന്താണ്? നേരെ ഓപ്പോസിറ്റ് ആണല്ലോ. രക്തത്തിന് സമാനമായ ശരീരദ്രവം ശരീര അറകളിൽ നിറഞ്ഞു നിൽക്കുകയും ശരീരകലകളുമായി നേരിട്ട് സമ്പർക്കം പുലർത്തുകയും ചെയ്യുന്ന പര്യനം. രക്തത്തിന് സമാനമായ ശരീരദ്രവം ശരീര അറകളിൽ നിറഞ്ഞു നിൽക്കുകയും ശരീരകലകളുമായി നേരിട്ട് സമ്പർക്കം നടത്തുകയും ചെയ്യുന്ന പര്യനമാണ് തുറന്ന രക്തപര്യനം. പാറ്റ, ചിലന്തി എന്നിവയിലെ രക്തപര്യനം ഓർത്തിരിക്കുക. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം ഇതാണ്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. ഓപ്ഷൻ എ, രക്തത്തിലെ ദ്രാവക ഭാഗം പ്ലാസ്മ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓപ്ഷൻ ബി, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഒഴിവാക്കാനുള്ള പ്ലാസ്മയെ സീറം എന്ന് വിളിക്കുന്നു. നമുക്ക് ഓരോ പ്രസ്താവന നോക്കി അങ്ങ് പോകാം. ഓക്കെ, അതല്ലേ എളുപ്പം. ഓപ്ഷൻ എ നോക്കൂ, രക്തത്തിലെ ദ്രാവക ഭാഗം പ്ലാസ്മ എന്ന പേരിൽ അറിയപ്പെടുന്നു. ശരിയാണോ? ശരിയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് രക്തത്തിലെ ദ്രാവക ഭാഗം, ആ ലിക്വിഡ് ഫോം അറിയപ്പെടുന്നത് എന്താണ്? പ്ലാസ്മ എന്നാണ്. രക്തത്തിലെ ദ്രാവക ഭാഗം അറിയപ്പെടുന്നത് പ്ലാസ്മ എന്നാണ്. അപ്പൊ ഒന്ന് ശരിയാണ്. രണ്ട്, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഒഴിവാക്കിയുള്ള പ്ലാസ്മയെ എന്ത് വിളിക്കുന്നു? സീറം എന്ന് വിളിക്കുന്നു. അതും ശരിയാണല്ലേ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മയിലെ ഭാഗങ്ങൾ അല്ലെങ്കിൽ രക്തത്തിലെ ഘടകങ്ങൾ ഒഴിവാക്കിയുള്ള പ്ലാസ്മയിലെ ഭാഗങ്ങൾ എന്താണെന്നാണ് പറയുന്നത്? സീറം എന്നാണ് പറയുന്നത്. ഓപ്ഷൻ സി നോക്കി, ആന്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മയിലെ പ്രോട്ടീൻ ആണ് ആൽബുമിൻ. ആന്റിബോഡികൾ നിർമ്മിക്കാൻ, അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലെ. ആന്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മയിലെ പ്രോട്ടീൻ ഏതാണ്? അത് ഗ്ലോബുലിൻ ആണ്. ആന്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മയിലെ പ്രോട്ടീൻ ഏതല്ല? ആൽബുമിൻ അല്ല എന്ന് ഓർത്തിരിക്കാം. ഓപ്ഷൻ ഡി നോക്കൂ, രക്തത്തിലെ ആന്റിബോഡികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗം പ്ലാസ്മയാണ്. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലെ. രക്തത്തിലെ ആന്റിബോഡികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗം ഏതാണ്? പ്ലാസ്മയാണ്. അപ്പൊ തെറ്റായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ആന്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മയിലെ ഭാഗം ഏതാണ്? ഗ്ലോബുലിൻ ആണ് എന്ന് ഓർത്തിരിക്കുക. അങ്ങനെയെങ്കിൽ രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് എത്രയാണ്? 55%. രക്തത്തിൽ പ്ലാസ്മയുടെ അളവെന്ന് പറയുന്നത് 55%. പ്ലാസ്മയുടെ നിറം ഇളം മഞ്ഞയാണ്. ഇതൊക്കെ SCERT കൊടുത്തിട്ടുള്ളതാണ്. രക്തകോശങ്ങൾ കാണപ്പെടുന്നത് പ്ലാസ്മയിലാണ്. ദഹനഫലമായി ഉണ്ടാകുന്ന ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ തുടങ്ങിയ ലഘു ഘടകങ്ങൾ കോശങ്ങളിൽ എത്തുന്നത് ഏതിലൂടെയാണ്? പ്ലാസ്മയിലൂടെയാണ് എന്ന് ഓർത്തിരിക്കുക. അപ്പം പ്ലാസ്മയെ പറ്റി നമ്മൾ പഠിച്ചു. ഇനി പ്ലാസ്മ പ്രോട്ടീനുകൾ ഏതൊക്കെയാണ്? നമ്മൾ രണ്ട് പ്രോട്ടീൻ അവിടെ പഠിച്ചു, ആൽബുമിൻ, ഗ്ലോബുലിൻ. മറ്റൊന്നാണ് ഫൈബ്രിനോജൻ. ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ആന്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മയിലെ പ്രോട്ടീൻ ഏതാണ്? നമ്മൾ മുമ്പേ അവിടെ ആൽബുമിൻ എന്നാ പറഞ്ഞാൽ അത് തെറ്റാത്ത ഏതാണ്? ഗ്ലോബുലിൻ ആണ് അല്ലെ. ആന്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മയിലെ പ്രോട്ടീൻ ഏതാണെന്ന് ചോദിച്ചുള്ളത് ഗ്ലോബുലിൻ ആണ്. ഇനി നമുക്ക് പ്ലാസ്മയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് നോക്കാം. പ്ലാസ്മ, ഈ പ്ലാസ്മയ്ക്കകത്ത്
മൂന്ന് ഘടകങ്ങളാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഒന്ന് ജലം വരും. ഒന്ന് വരുന്നത് ഏത്? ജലം. രണ്ടാമത്തത് പ്രോട്ടീനുകളാണ്. പ്രോട്ടീൻ. മൂന്നാമത്തത് മറ്റ് ഘടകങ്ങൾ. ഈ മറ്റ് ഘടകങ്ങളിനകത്ത് വരുന്നത് ഏതൊക്കെയാണ്? നമ്മളിവിടെ പഠിച്ചു. കൊഴുപ്പ്, ലവണങ്ങൾ, യൂറിയ, പഞ്ചസാര, ഹോർമോണുകൾ എന്നിവയാണ് മറ്റ് ഘടകങ്ങളിനകത്ത് വരുന്നത്. അപ്പൊ മൂന്ന് ഘടകങ്ങൾ പഠിച്ചു. ഒന്ന് ജലം, രണ്ട് പ്രോട്ടീൻ, മൂന്ന് കൊഴുപ്പ്, ലവണങ്ങൾ, പഞ്ചസാര, സൂക്രോസ് അല്ലെങ്കിൽ ഹോർമോണുകൾ, യൂറിയ തുടങ്ങിയവയെല്ലാമാണ് മറ്റു ഘടകങ്ങളിൽ വരുന്നത്. പ്ലാസ്മയിൽ അടങ്ങിയിരിക്കുന്ന ജലത്തിന്റെ അളവ് എത്ര ആണെന്ന് ചോദിച്ചാൽ 90 മുതൽ 92 വരെയാണെന്ന് നമുക്ക് പറയാം. പ്ലാസ്മയിൽ അടങ്ങിയിരിക്കുന്ന ജലത്തിന്റെ അളവ് ഏകദേശം 90 മുതൽ 92 വരെയാണ്. അപ്പം പ്ലാസ്മയിലെ പ്രോട്ടീന്റെ അളവ് എത്രയാണ്? 7 മുതൽ 8% വരെയാണ്. 7 മുതൽ 8% വരെയാണ് പ്രോട്ടീന്റെ അളവ്. മറ്റു ഘടകങ്ങളുടെ അളവാണ് 1-2%. ലവണങ്ങൾ, യൂറിയ, പഞ്ചസാര, ഹോർമോണുകൾ എന്നിവയെല്ലാം 1 മുതൽ 2% വരെയാണ് വരുന്നത്. ഇനി നമ്മൾ ഇവിടെ പ്രോട്ടീൻ പറഞ്ഞല്ലോ. ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് 3 വിധമുണ്ട്. ഓക്കെ, 3 വിധമുണ്ട്. അതിൽ ഒന്നാമത്തതാണ് നമ്മൾ പറഞ്ഞ ആൽബുമിൻ. ഒന്നാണ് ആൽബുമിൻ. ഈ ആൽബുമിൻ എന്ന് പറയുന്നത് രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നു. പഠിച്ചു പൊയ്ക്കോളുക. ആൽബുമിൻ എന്താണ്? രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നു. രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നത് ഏതാണ്? ആൽബുമിൻ ആണ്. രണ്ടാമത് നമ്മൾ പറഞ്ഞു ഏതാണ്? ഗ്ലോബുലിൻ ആണ് അല്ലെ? രണ്ടാമത്തത് ഗ്ലോബുലിൻ ആണ്. ഗ്ലോബുലിൻ എന്താണ് ചെയ്യുന്നത്? രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നത് ഏതാണ്? ഗ്ലോബുലിൻ ആണ്. രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നത് ആരാണ്? ഗ്ലോബുലിൻ ആണ്. ഇനി മൂന്നാമത് നമ്മൾ പറഞ്ഞു ഏത്? ഫൈബ്രിനോജൻ ആണ്. ഫൈബ്രിനോജൻ എന്തായിരിക്കും? രക്തം കട്ട പിടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഏതാണ്? ഫൈബ്രിനോജൻ ആണ്. ഇത്രേ ഉള്ളൂ പ്ലാസ്മ. പഠിച്ചോ? പ്ലാസ്മയെ പറ്റി പഠിച്ചല്ലോ. എന്തൊക്കെയാ നമ്മൾ പറഞ്ഞേ? ഒന്ന് നമ്മൾ പറഞ്ഞു രക്തത്തിൽ പ്ലാസ്മയുടെ അളവ് 55%. പ്ലാസ്മയുടെ നിറം ഇളം മഞ്ഞ. രക്തകോശങ്ങൾ കാണപ്പെടുന്നത് പ്ലാസ്മയിലാണ്. ദഹനഫലമായി ഉണ്ടാകുന്ന ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ തുടങ്ങിയവയിലേക്ക് ഘടകങ്ങൾ കോശങ്ങളിൽ എത്തുന്നത് പ്ലാസ്മയിലൂടെയാണ്. അത്രയും കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. അടുത്തത് പ്ലാസ്മയിലെ ജലത്തിന്റെ അളവ് ഏകദേശം 90 മുതൽ 92%. അടുത്ത പ്രോട്ടീൻ ആണ്. പ്രോട്ടീന്റെ അളവ് 7 മുതൽ 8% വരെ. അടുത്തത് മറ്റു ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ ലവണങ്ങളാവാം, യൂറിയ, ഹോർമോണുകൾ, പഞ്ചസാര തുടങ്ങിയവയെല്ലാം, കൊഴുപ്പ്, ഇവയെല്ലാം എത്ര ശതമാനമാണ്? 1 മുതൽ 2% വരെ. ഇനി പ്ലാസ്മ പ്രോട്ടീനുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ഇതിനകത്ത് ആൽബുമിൻ എന്ന് പറയുന്നത് രക്തസമ്മർദ്ദത്തെ ക്രമീകരിക്കുന്നു. പ്ലാസ്മയിലെ ആൽബുമിൻ എന്ത് ചെയ്യുന്നു? രക്തസമ്മർദ്ദത്തെ ക്രമീകരിക്കുന്നു. അടുത്തത് ഗ്ലോബുലിൻ ആണ്. ഗ്ലോബുലിൻ എന്താണ്? രോഗപ്രതിരോധം. നമ്മൾ ഇവിടെ പറഞ്ഞായിരുന്നു അല്ലെ? രക്തത്തിലെ ആന്റിബോഡികൾ സ്ഥിതി ചെയ്യുന്ന ആന്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മയിലെ പ്രോട്ടീൻ ആണ് ഏത്? ആൽബുമിൻ എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ രക്തസമ്മർദ്ദം മാത്രമല്ല, ആന്റിബയോട്ടിക്കുകളോട് ഓർത്തിരിക്കാം. ഇനി ഗ്ലോബുലിൻ എന്താണ് പറഞ്ഞത്? രോഗപ്രതിരോധത്തെ നിയന്ത്രിക്കുന്നു, രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നു. അടുത്തത് ഫൈബ്രിനോജൻ. രക്തം കട്ട പിടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതാണ് ഫൈബ്രിനോജൻ. അപ്പൊ ഈ 3 പ്ലാസ്മ പ്രോട്ടീനും പഠിച്ചിരിക്കുക. ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം ഇതാണ്. മനുഷ്യ ശരീരത്തിലെ അല്ലെങ്കിൽ മനുഷ്യ രക്തത്തിലെ ഹീമോഗ്ലോബിനുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? മനുഷ്യ രക്തത്തിലെ ഹീമോഗ്ലോബിനുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ എ, രക്തത്തിൽ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഇവ സംവഹിക്കാൻ സഹായിക്കുന്നു. രക്തത്തിലെ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഇവ സംവഹിക്കാൻ സഹായിക്കുന്നത് ഹീമോഗ്ലോബിൻ ആണ്. ശരിയോ തെറ്റോ? ശരിയായിട്ടുള്ള പ്രസ്താവനയാണോ? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലെ? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. രക്തത്തിലെ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഇവ സംവഹിക്കാൻ സഹായിക്കുന്നത് ഏതാണ്? ഹീമോഗ്ലോബിൻ ആണ്. അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇനി രണ്ട് നോക്കിയേ. പ്ലാസ്മയിൽ കാണപ്പെടുന്നു, അത് ശരിയാണോ? തെറ്റായിട്ടുള്ള പ്രസ്താവന. നമ്മൾ പ്ലാസ്മ അടിച്ചപ്പം ഹീമോഗ്ലോബിന്റെ കാര്യം ഒന്നും പറഞ്ഞില്ല. അപ്പൊ പ്ലാസ്മയിൽ കാണപ്പെടുന്നതല്ല ഹീമോഗ്ലോബിൻ.
അടുത്ത നോക്കൂ, മാംസ്യവും ഇരുമ്പും അടങ്ങിയിരിക്കുന്നു. അത് ശരിയാണെന്ന് നമുക്കറിയാം അല്ലെ. മാംസ്യവും ഇരുമ്പും എവിടെ അടങ്ങിയിരിക്കുന്നു? ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്നു. ചുവന്ന രക്താണുവിൽ കാണപ്പെടുന്നു. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ചുവന്ന രക്താണുവിൽ കാണപ്പെടുന്നു ഹീമോഗ്ലോബിൻ. അപ്പൊ ഹീമോഗ്ലോബിനുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന ഓപ്ഷൻ ബി ആണ്, പ്ലാസ്മയിൽ കാണപ്പെടുന്നു എന്നതാണ്. അപ്പൊ നോക്കിയേ, ഹീമോഗ്ലോബിന്റെ മറ്റു പ്രസ്താവനകൾ എന്തൊക്കെയാണ്? ഒന്ന്, രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഏതാണ്? ഹീമോഗ്ലോബിൻ ആണ്. നമുക്കറിയാം ബ്ലഡ് കളർ അല്ലെങ്കിൽ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഹീമോഗ്ലോബിൻ ആണ്. ഹീമോഗ്ലോബിനിലെ ഓക്സിജൻ സംവഹന ഘടകമാണ് ഇരുമ്പ് എന്ന് പറയുന്നത്. ഓക്സിജൻ സംവഹന ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇരുമ്പാണ്. ഹീമോഗ്ലോബിന് ഡീഓക്സിജനേഷൻ നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കലകളിലാണ് എന്ന് ഓർത്തിരിക്കാം. ഹീമോഗ്ലോബിനിൽ ഡീഓക്സിജനേഷൻ നടക്കുന്നത് എവിടെയാണ്? കലകളിലാണ്. ഇനി ഹീമോഗ്ലോബിനിൽ 4 പ്രോട്ടീൻ ചെയിൻ ആണ് ഉള്ളത്. 2 ആൽഫ ചെയിനും 2 ബീറ്റ ചെയിനും. ഓക്കെ, ഹീമോഗ്ലോബിനിൽ 4 പ്രോട്ടീൻ ചെയിനുകളാണ്. 2 ആൽഫ ചെയിനും 2 ബീറ്റ ചെയിനും. ഈ ആൽഫ ചെയിനിൽ 141 അമിനോ ആസിഡും ബീറ്റ ചെയിനിൽ 146 അമിനോ ആസിഡുമാണ് ഉള്ളത്. ഓർത്തിരുന്നോണേ, 2 ആൽഫ ചെയിൻ ഉണ്ട്, 2 ബീറ്റ ചെയിൻ ഉണ്ട്. 2 ആൽഫ ചെയിനകത്ത് 141 അമിനോ ആസിഡും 2 ബീറ്റ ചെയിനകത്ത് 146 അമിനോ ആസിഡുമാണ് ഉള്ളത് എന്ന് ഓർത്തിരിക്കാം. അങ്ങനെയെങ്കിൽ വായു അറയിലെ ഓക്സിജൻ ഹീമോഗ്ലോബിനുമായി ചേർന്ന് രൂപപ്പെടുന്നതാണ് ഓക്സി ഹീമോഗ്ലോബിൻ. വായു അറയിലെ ഓക്സിജൻ ഹീമോഗ്ലോബിനുമാണ്. അത് രണ്ടും കൂടെ ചേർത്താൽ മതി. എന്ത്? ഓക്സി ഹീമോഗ്ലോബിനും. ഓക്സിജനും ഹീമോഗ്ലോബിനുമായി ചേർന്ന് രൂപപ്പെടുന്നതാണ് ഓക്സി ഹീമോഗ്ലോബിൻ. ഈ ഓക്സി ഹീമോഗ്ലോബിൻ, ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ഓക്സി ഹീമോഗ്ലോബിൻ രക്തലോമികളിൽ വെച്ച് വിഘടിച്ച് ഓക്സിജൻ എവിടെ എത്തുന്നു? ടിഷ്യൂ ദ്രവത്തിൽ എത്തുന്നു എന്ന് ഓർത്തിരിക്കാം. ഈ ഹീമോഗ്ലോബിന്റെ അളവ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹീമോഗ്ലോബിനോമീറ്റർ. ഹീമോഗ്ലോബിനോമീറ്റർ. അപ്പൊ അത് കേൾക്കാൻ പറയാലോ അല്ലെ. ഹീമോഗ്ലോബിന്റെ അളവ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഹീമോഗ്ലോബിനോമീറ്റർ. ഇനി രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഏത്? അനീമിയ അല്ലെങ്കിൽ വിളർച്ച. നമ്മൾ രോഗങ്ങൾ പഠിച്ചപ്പോൾ അവിടെയും പഠിച്ചതാണ്. രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറവ് മൂലം ഉണ്ടാകുന്ന ഹീമോഗ്ലോബിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? അനീമിയ ആണ് അല്ലെങ്കിൽ വിളർച്ചയാണ്. ഇനി മറ്റൊന്ന് കാർബോക്സി ഹീമോഗ്ലോബിൻ. എന്താണ് കാർബോക്സി ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്? കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിനുമായി കൂടിച്ചേർന്ന് രൂപപ്പെടുന്ന സ്ഥിരത കൂടിയ സംയുക്തമാണ് ഈ കാർബോക്സി ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. നമ്മൾ ഓക്സി ഹീമോഗ്ലോബിൻ പഠിച്ചു, അത് ഓക്സിജൻ ഹീമോഗ്ലോബിനുമായി ചേരുന്നതാണ്. ഇനി കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിനുമായി ചേർന്നുണ്ടാകുന്നതാണ് കാർബോക്സി ഹീമോഗ്ലോബിൻ. തീപിടുത്തം ഉണ്ടാകുന്ന ഘട്ടത്തിൽ മുറികളിൽ കുടുങ്ങിപ്പോയാൽ പുകയോടൊപ്പം ശ്വസിക്കാൻ ഇടയാക്കുന്ന വാതകമാണ് കാർബൺ മോണോക്സൈഡ് എന്ന് ഇതിന്റെ കൂട്ടത്തിൽ ഒന്ന് ഓർത്തിരുന്നാൽ മതി. പറഞ്ഞപ്പം പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ O രക്തഗ്രൂപ്പിനെ സംബന്ധിക്കുന്ന ശരിയായ വസ്തുത ഏത്? താഴെ പറയുന്നവയിൽ O രക്തഗ്രൂപ്പിനെ സംബന്ധിക്കുന്ന ശരിയായിട്ടുള്ള വസ്തുത O ആണ്. ഓപ്ഷൻ എ, ആന്റിജനുകളായ എ, ബി എന്നിവ കാണുന്നു. O രക്തഗ്രൂപ്പ് നമുക്ക് നോക്കിപ്പോ. O ഗ്രൂപ്പില് ആന്റിജനുകളായ എയും ബിയും കാണുന്നുണ്ടോ? ആന്റിജനുകളായ എയും ബിയും O ഗ്രൂപ്പിലുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ തെറ്റായിട്ടുള്ളതാണ്. ആന്റിജനുകളായ എ, ബി എന്നിവ കാണുന്നില്ല. അടുത്തത് ആന്റിജൻ എ മാത്രം കാണുന്നു. ആന്റിജൻ എ മാത്രം കാണുന്നുണ്ടോ? ഇല്ല. ഓപ്ഷൻ സി, ആന്റിബോഡികളായ എ, ബി എന്നിവ കാണുന്നു. ആന്റിബോഡികളായ എയും ബിയും കാണുന്നു. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലെ. ഓയില് ആന്റിബോഡികളായ എയും ബിയും കാണുന്നുണ്ട്. അടുത്ത ആന്റിബോഡി എ മാത്രം കാണുന്നു. അതും തെറ്റാണെന്ന് അറിയാലോ. ഇത് പ്രീവിയസ് ഇയർ ചോദ്യമാണ്. താഴെ പറയുന്നതിൽ O എന്ന രക്തഗ്രൂപ്പിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന എന്താണ്? ആന്റിബോഡികളായ എ, ബി എന്നിവ കാണുന്നു. അതിനെപ്പറ്റി നമ്മൾ കൂടുതലായിട്ട് പഠിക്കും. നമുക്ക് രക്തഗ്രൂപ്പുകൾ ഒന്ന് നോക്കാം. രക്തഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്? എ, ബി, എ, ബി, O. ഇത് ഇത്രയും എന്താണ്? രക്തഗ്രൂപ്പുകളാണല്ലോ. ഇതിനകത്ത് നമുക്ക് ആദ്യം ആന്റിജൻ നോക്കണം. ആദ്യം നമുക്ക് ഏത് നോക്കാം? ആന്റിജൻ നോക്കാം. ഓക്കെ, ആദ്യം ആന്റിജൻ, അടുത്തത് ആന്റിബോഡി. അടുത്തത് വരുന്ന എന്താണ്?
ഇത് ആർക്കൊക്കെ നൽകാം, ആർക്കൊക്കെ ഇത് ഡൊണേറ്റ് ചെയ്യാം, ആർക്കൊക്കെ ഇത് നൽകാം, ഡൊണേറ്റ്, ആർക്കൊക്കെ ഇത് ഡൊണേറ്റ് ചെയ്യാം. ഇനി ആരിൽ നിന്നൊക്കെ ഇത് വാങ്ങിക്കാം, ആരിൽ നിന്നൊക്കെ ഇത് റിസീവ് ചെയ്യാം. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. എ എന്ന രക്തഗ്രൂപ്പ് അല്ലെങ്കിൽ എ എന്ന രക്തഗ്രൂപ്പിനകത്ത് കാണുന്ന ആന്റിജൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? എ തന്നെയാണ്. എ തന്നെയാണ് ആന്റിജൻ. എ രക്തഗ്രൂപ്പിലെ ആന്റിജൻ ഏതാണ്? എ ആണ്. അങ്ങനെയെങ്കിൽ ആന്റിബോഡി ഏതാണ്? ആന്റിബോഡി ബി ആണ്. ആന്റിജൻ എ ആണ്, ആന്റിബോഡി ബി ആണ്. ഇനി ഇത് ആർക്കൊക്കെ ഡൊണേറ്റ് ചെയ്യാം? എക്കും ഡൊണേറ്റ് ചെയ്യാം, എ ബിക്കും ഡൊണേറ്റ് ചെയ്യാം. എ ആളുകൾക്ക്, എ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആളുകൾക്കും നൽകാം, എ ബി ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആളുകൾക്കും എ കാർക്ക് നൽകാൻ പറ്റും, ബ്ലഡ് നൽകാൻ പറ്റും. ഇനി ആരിൽ നിന്നൊക്കെ എ ഗ്രൂപ്പുകാർക്ക് വാങ്ങിക്കാം? എയിൽ നിന്നും വാങ്ങിക്കാം, ഓയിൽ നിന്നും വാങ്ങിക്കാം. എയിൽ നിന്നും വാങ്ങിക്കാം, ഓയിൽ നിന്നും രക്തം വാങ്ങിക്കാം. എ ഗ്രൂപ്പുകാർക്ക് എയിൽ നിന്ന്, എ കാരോട് തന്നെ വാങ്ങിക്കാം, ഓയിൽ നിന്നും വാങ്ങിക്കാം. ഇനി ബി ആകുമ്പം സിമ്പിൾ ആണ്, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലെ? ആന്റിജൻ ഏതാണ്? ആന്റിജൻ ബി ആണ്. ആന്റിബോഡി ഏതായിരിക്കും? എ ആയിരിക്കും. ആർക്കൊക്കെ ഡൊണേറ്റ് ചെയ്യാം? ബിക്കും ഡൊണേറ്റ് ചെയ്യാം, എ ബിക്കും ഡൊണേറ്റ് ചെയ്യാം. ആരിൽ നിന്നൊക്കെ വാങ്ങിക്കാം? ബിയിൽ നിന്നും വാങ്ങിക്കാം, ഓയിൽ നിന്നും വാങ്ങിക്കാം. സിമ്പിൾ ആയിട്ട് അത് കഴിയും. അടുത്ത എ ബി. എ ബിക്കകത്ത് കാണപ്പെടുന്ന ആന്റിജൻ ഏതൊക്കെയാണ്? എയും കാണും, ബിയും കാണും. എയും ഉണ്ട്, ബിയും ഉണ്ട്. ആന്റിജൻ എയും ഉണ്ട്, ബിയും ഉണ്ട്. ഇനി ആന്റിബോഡികൾ ഉണ്ടോ? എ ബിക്ക് ആന്റിബോഡികൾ ഇല്ല കേട്ടോ, ആന്റിബോഡികൾ ഇല്ല. എ ബിക്ക് ആന്റിബോഡികൾ ഇല്ല. ആർക്കൊക്കെ ഡൊണേറ്റ് ചെയ്യാം? എ ബിക്ക് മാത്രമേ ഡൊണേറ്റ് ചെയ്യാൻ പറ്റൂ. ആരിൽ നിന്നൊക്കെ വാങ്ങിക്കാം? എയിൽ നിന്ന് വാങ്ങിക്കാം, ബിയിൽ നിന്ന് വാങ്ങിക്കാം, എ ബിയിൽ നിന്ന് വാങ്ങിക്കാം, ഓയിൽ നിന്ന് വാങ്ങിക്കാം. അപ്പം എല്ലാവരുടെ കയ്യിൽ നിന്നും വാങ്ങിക്കാൻ പറ്റുന്ന ഒരേ ഒരു ബ്ലഡ് ഗ്രൂപ്പുകാർ ആരാണ്? എ ബിക്കാര് മാത്രമാണ്. പക്ഷെ ആർക്കെ കൊടുക്കാൻ പറ്റൂ? എ ബിക്ക് മാത്രമേ കൊടുക്കാൻ സാധിക്കൂ. അടുത്ത് നോക്കൂ, ഓ. ഓയ്ക്കകത്ത് ആന്റിജൻ ഉണ്ടോ? ആന്റിജൻ ഇല്ല. ആന്റിബോഡി ഏതൊക്കെയാണ്? എയും ബിയുമാണ് ആന്റിബോഡി. ഇനി ആർക്കൊക്കെ ഡൊണേറ്റ് ചെയ്യാം? ഓയ്ക്ക് ആർക്കൊക്കെ ഡൊണേറ്റ് ചെയ്യാം? എക്ക് ഡൊണേറ്റ് ചെയ്യാം, ബിക്ക് ഡൊണേറ്റ് ചെയ്യാം, എ ബിക്ക് ഡൊണേറ്റ് ചെയ്യാം, ഓയ്ക്ക് ഡൊണേറ്റ് ചെയ്യാം. എന്നാൽ ആരിൽ നിന്ന് മാത്രമേ വാങ്ങിക്കാൻ പാടുള്ളൂ? ഓയിൽ നിന്ന് മാത്രമേ ഓ ഗ്രൂപ്പുകാർക്ക് ബ്ലഡ് വാങ്ങിക്കാൻ സാധിക്കുള്ളൂ. പക്ഷെ എല്ലാവർക്കും കൊടുക്കാം. അതാണ് സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്നത്. ക്ലിയർ ആയോ? ദാതാവ് എല്ലാവർക്കും കൊടുക്കാം, പക്ഷെ വാങ്ങിക്കാൻ ഓയിൽ നിന്ന് മാത്രമേ പറ്റത്തുള്ളൂ. ഇത്രയും ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ വീണ്ടും ആ ചോദ്യത്തിലേക്ക് ഒന്ന് നോക്കിയേ. നിങ്ങൾ തന്നെത്താൻ ഇനിയിപ്പോ ഉത്തരം പറയാലോ. താഴെ പറയുന്നവയിൽ ഓ രക്തഗ്രൂപ്പിനെ സംബന്ധിക്കുന്ന ശരിയായ വസ്തുത ഓയാണ്. അപ്പൊ ആന്റിജൻ എ ബി എന്നിവ കാണുന്നില്ല. എ ബി എന്നിവ കാണപ്പെടുന്നുണ്ടോ? ആന്റിജൻ എ ബി എന്നിവയുണ്ടോ? ഇല്ല. എ ബിക്കാണ് എ ബി ഉള്ളത്. അടുത്ത ആന്റിജൻ എ മാത്രം കാണപ്പെടുന്നു, അതും തെറ്റാ. ആന്റിബോഡികളായ എ ബി കാണപ്പെടുന്നു ഇല്ലേ? ആന്റിബോഡികളായിട്ടുള്ള എ ബി ഉണ്ട്. ആന്റിജൻ ഉണ്ടോ? ഇല്ല. ക്ലിയർ ആയോ? അപ്പം അങ്ങനെയെങ്കിൽ സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന, നമ്മൾ പറഞ്ഞല്ലേ എല്ലാവർക്കും ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഓ ഗ്രൂപ്പാണ്. അപ്പൊ സാർവത്രിക സ്വീകർത്താവ് ആരായിരിക്കും? ഇവിടെ ഉണ്ട്, റിസീവ് ചെയ്യുന്നത് ആരാണ്? എ ബി ഗ്രൂപ്പാണ്. വളരെ കുറച്ച് ആൾക്കാരിൽ മാത്രം കാണുന്ന രക്തഗ്രൂപ്പാണ് ബോബെ ഗ്രൂപ്പ് അല്ലെങ്കിൽ T0. ബോബെ ഗ്രൂപ്പ് കണ്ടുപിടിച്ചത് ബെൻഡെ ആണ്, ഒന്ന് ഓർത്തിരുന്നോളൂ കേട്ടോ. ഇനി കൃത്രിമ രക്തത്തിന് ഉദാഹരണമാണ് ഹീമോപ്യൂവർ, പോളിഹീം എന്നിവ. കൃത്രിമ രക്തത്തിന് ഉദാഹരണമാണ് ഹീമോപ്യൂവർ അല്ലെങ്കിൽ പോളിഹീം എന്നിവ. അംഗീകാരം ലഭിച്ച ആദ്യത്തെ രക്തം, ആദ്യത്തെ കൃത്രിമ രക്തം, അംഗീകാരം ലഭിച്ച ആദ്യത്തെ കൃത്രിമ രക്തം ഏതാണ്? ഹീമോപ്യൂവർ ആണ്. ദക്ഷിണാഫ്രിക്കയിലാണ് ആദ്യമായി അംഗീകാരം ലഭിച്ചത്. ഏതാണ്? ഹീമോപ്യൂവർ ആണ്. അപ്പൊ ആന്റിജൻ, ആന്റിബോഡി ആർക്കൊക്കെ ഡൊണേറ്റ് ചെയ്യാം, ആർക്കൊക്കെ സ്വീകരിക്കാം എന്നിവ ഓർത്തിരിക്കുക. സാർവത്രിക ദാതാവ് ആരാണ്? ഓ ആണ്. പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. സാർവത്രിക സ്വീകർത്താവ് ആരാണ്? എ ബി ഗ്രൂപ്പ് ആണ്. എല്ലാവരിൽ നിന്നും വാങ്ങിക്കാം. അടുത്ത ചോദ്യം, എ ബി രക്തഗ്രൂപ്പ് ഉള്ള ഒരു വ്യക്തിക്ക് എ രക്തഗ്രൂപ്പ് ഉള്ള മറ്റൊരു വ്യക്തിക്ക് രക്തദാനം ചെയ്യുവാൻ കഴിയില്ല. കാരണം എ രക്തഗ്രൂപ്പ് ഉള്ള വ്യക്തിയുടെ ശരീരത്തിൽ, എ ബി രക്തഗ്രൂപ്പ് ഉള്ള ഒരു വ്യക്തിക്ക് എ രക്തഗ്രൂപ്പ് ഉള്ള മറ്റൊരു വ്യക്തിക്ക് രക്തദാനം ചെയ്യുവാൻ കഴിയില്ല. കാരണം എന്താണ് എന്നാ ചോദിച്ചേക്കുന്നത്? ഓക്കെ, എ ആന്റിജൻ ഇല്ല എന്നത് കൊണ്ടാണോ? എ ബി രക്തഗ്രൂപ്പ് ഉള്ള ഒരു വ്യക്തിക്ക് എ രക്തഗ്രൂപ്പ് ഉള്ള മറ്റൊരു വ്യക്തിക്ക് രക്തദാനം ചെയ്യുവാൻ കഴിയില്ല.
കാരണം ഈ എ രക്തഗ്രൂപ്പ് ഉള്ള വ്യക്തിക്ക് എ ആന്റിജൻ ഇല്ല എന്നതുകൊണ്ടാണോ, അതോ ആന്റി ബി എന്ന ആന്റിബോഡി ഉൽപ്പാദിപ്പിക്കപ്പെടും എന്നതുകൊണ്ടാണോ, അതോ ആന്റി എ എന്ന ആന്റിബോഡി ഉൽപ്പാദിപ്പിക്കപ്പെടും, അല്ലെങ്കിൽ ഇവയൊന്നുമല്ല? ഏതാ ശരി? ഓപ്ഷൻ ബി ആണ്, ആന്റി ബി ആണ്. ആന്റി ബി ഉൽപ്പാദിപ്പിക്കപ്പെടും എന്നതുകൊണ്ടാണ്, ആന്റിബോഡി ബി ഉൽപ്പാദിപ്പിക്കപ്പെടും എന്നതുകൊണ്ടാണ് എ ബി രക്തഗ്രൂപ്പ് ഉള്ള ഒരു വ്യക്തിക്ക് എ രക്തഗ്രൂപ്പ് ഉള്ള മറ്റൊരു വ്യക്തിക്ക് രക്തദാനം ചെയ്യുവാൻ സാധിക്കാത്തത്. കാരണം എന്താ? ഇവിടെ ബി ആണോ? അല്ല, എ ആണ് ഉള്ളതല്ലേ. നമ്മളിവിടെ പഠിച്ചു ബി എ ആണ്. അപ്പം ഓർത്തിരിക്കാലോ അങ്ങനെ. എന്താ ഇവിടെ പറഞ്ഞേ? എ ബി രക്തഗ്രൂപ്പ് ഉള്ള ഒരു വ്യക്തിക്ക് എ രക്തഗ്രൂപ്പ് ഉള്ള മറ്റൊരു വ്യക്തിക്ക് രക്തദാനം ചെയ്യാൻ കഴിയില്ല. കാരണം എന്താണ്? എ രക്തഗ്രൂപ്പ് ഉള്ള വ്യക്തിയുടെ ശരീരത്തിൽ ആന്റിബോഡി ബി ഉൽപ്പാദിപ്പിക്കപ്പെടും എന്നതുകൊണ്ടാണ്. ആന്റിബോഡി ബി ഉൽപ്പാദിപ്പിക്കപ്പെടും. ആന്റിബോഡികളുടെ ഉൽപാദനത്തെ ഉത്തേജിപ്പിക്കുന്നതാണ് ആന്റിജൻ എന്ന് പറയുന്നത്. ആന്റിജൻ, ആന്റിബോഡികളുടെ ഉൽപാദനത്തെ ഉത്തേജിപ്പിക്കുന്നതാണ് ആന്റിജൻ. രക്തഗ്രൂപ്പ് നിർണ്ണയിക്കാൻ സഹായിക്കുന്ന രക്തത്തിൽ അടങ്ങിയിരിക്കുന്നത് ആന്റിജനുകളാണ് എന്നൂടെ ഇതിന്റെ കൂട്ടത്തിൽ ഓർത്തിരിക്കുക. രക്തഗ്രൂപ്പ് നിർണ്ണയിക്കാൻ സഹായിക്കുന്ന രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ആന്റിജനുകൾ കാരണമാണ്. ഇനി എ ബി ആന്റിജനുകളെ കൂടാതെ ചില വ്യക്തികളുടെ അരുണ രക്താണുവിന്റെ കോശസ്തരത്തിൽ കാണുന്ന ഘടകമാണ് ആന്റിജൻ ഡി അഥവാ RH ഘടകം. RH ഘടകം രക്തദാനം ചെയ്യുമ്പോൾ പരസ്പരം യോജിക്കാത്ത രക്തഗ്രൂപ്പുകൾ തമ്മിൽ ചേരുമ്പോഴുണ്ടാകുന്ന അവസ്ഥ അഗ്ലൂട്ടിനേഷൻ ആണ്. പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്, ഓർത്തിരുന്നോളുക. രക്തദാനം ചെയ്യുമ്പോൾ പരസ്പരം യോജിക്കാത്ത, നമ്മളിവിടെ പറഞ്ഞു എയ്ക്ക് ഓയ്ക്ക് കൊടുക്കാൻ പറ്റും, അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചല്ലേ. അപ്പം രക്തദാനം ചെയ്യുമ്പോൾ പരസ്പരം യോജിക്കാത്ത രക്തഗ്രൂപ്പുകൾ തമ്മിൽ ചേരുമ്പോഴുണ്ടാകുന്ന അവസ്ഥയാണ് ഏത്? അഗ്ലൂട്ടിനേഷൻ എന്ന് പറയുന്നത്. അഗ്ലൂട്ടിനേഷൻ. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങൾ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ളത്. അപ്പം നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? മസ്തിഷ്കം, മസ്തിഷ്കത്തിനകത്ത് പഠിച്ചു. സെറിബ്രം, സെറിബെല്ലം, മെനിഞ്ചസ് ഒക്കെ ഓർത്തിരിക്കുക അതിന്റെ കൂടെ തന്നെ. പിന്നെ മെഡുല്ല ഒബ്ലാങ്കേറ്റ, ഹൈപ്പോതലാമസ്, തലാമസ്, ഹൈപ്പോതലാമസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. പിന്നെ രക്തപര്യന വ്യവസ്ഥയാണ് പറഞ്ഞത്. രക്തം എന്താണ്? ഹീമോഗ്ലോബിൻ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുറന്ന രക്തപര്യന വ്യവസ്ഥ, അടഞ്ഞ രക്തപര്യന വ്യവസ്ഥ, അതൊക്കെ SCRT ഉള്ളതാണ് കേട്ടോ. അപ്പൊ ഇതെല്ലാ കാര്യങ്ങളും ഓർത്തിരിക്കുക, നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.